ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, അൽ ഖബറു അവ്വലുൽ മൻസിലി മിൻ മനാസിലിൽ ആഖിറ. അൽ ഖബറു അവ്വലുൽ മൻസിലി, ഞാനും നിങ്ങളും ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമ്പോ എന്റെയും നിങ്ങളുടെയും യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഖബറിൽ നിന്നാണ്. അവിടെ മുതലാണ് നമ്മൾ ജീവിച്ചു തുടങ്ങേണ്ടത്. അതാണ് നമ്മുടെ ആദ്യത്തെ ഭവനം. ആ ഖബറിൽ രക്ഷപ്പെട്ട പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമല്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സന്തോഷകരമായിരിക്കും പ്രിയപ്പെട്ടവരെ. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, ആ ഖബറിൽ നമുക്ക് വിജയിക്കണ്ടേ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായിട്ട് വീടുകളുണ്ടാകും, നമ്മൾക്കെല്ലാവർക്കും മക്കളുമാരുണ്ടാകും, സഹായത്തിന് ഓടിയെത്താൻ കൂട്ടുകാരുണ്ടാകും, എല്ലാത്തിനും ഓടിയെത്താൻ അയൽവാസികളുണ്ടാകും, കുടുംബക്കാരുണ്ടാകും, ബന്ധുക്കളുണ്ടാകും. എന്തിനും ഏതിനും വേണ്ടി ഏത് പാതിരാത്രിയാണെങ്കിലും ഒന്ന് വിളിച്ചാ ഓടിയെത്താൻ സുഹൃത്തുക്കളുണ്ടാകും, കൂട്ടുകാരുണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനും നിങ്ങളൊന്ന് മരണപ്പെട്ടു പോയാ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ എന്റെ അടുത്തുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ അടുത്തുണ്ടാകുമോ? എന്തിനും ഏത് പാതിരാത്രിയിലും ഞാൻ വിളിച്ചാൽ ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചങ്കന്റെ ഉണ്ടാകുമോ? എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുമോ? എന്റെ അയൽവാസികൾ ഉണ്ടാകുമോ? എന്റെ ബന്ധുമിത്രാദികൾ ഉണ്ടാകുമോ? എന്റെ കൂട്ടുകാരുണ്ടാകുമോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും വീടുണ്ടല്ലോ, എല്ലാവർക്കും മക്കളുണ്ടല്ലോ, അല്ലാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു അവധിയുണ്ട്. ആ അവധി എത്തിയ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ കടന്നു വരുമല്ലോ. ആ സമയത്ത് നമ്മൾ ഈ ഭൂമിലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകണമല്ലോ. പിന്നീട് ഞാനും നിങ്ങളും ജീവിക്കേണ്ടുന്ന ഒരു ഭവനമുണ്ട്. 6 അടി മണ്ണാകുന്ന ഖബറ്, 6 അടി മണ്ണാകുന്ന ഖബറ്. ആരാരും കൂട്ടിനില്ലാത്ത, ആരുടെയും സഹായമില്ലാത്ത, വെളിച്ചമില്ലാത്ത, ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാനോ തിരിയാനോ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കിടക്കേണ്ടുന്ന, നമ്മളുടെ ജീവിതം ആരംഭിക്കേണ്ടുന്ന ഒരു ഭവനമുണ്ട്. അതാണ് ഖബറ്. അവിടെ മുതലാണ് നമ്മൾ ശരിക്ക് ജീവിക്കാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വഅളിന്റെ സദസ്സില് ഖബർ നിങ്ങളെ മാടി വിളിക്കുന്നു. നിങ്ങളെ മാത്രമല്ല ഖബർ മാടി വിളിക്കുന്നത്, നമ്മളെപ്പോലെ ഓരോ മനുഷ്യരെയും. അത് ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, മനുഷ്യനാകട്ടെ, മനുഷ്യേതര ജീവജാലങ്ങളാകട്ടെ, ഒരു ദിവസം ഈ ഭൂമി ലോകത്ത് നിന്ന് പോകേണ്ടി വരുമ്പോ പിന്നെ നമ്മൾ കിടക്കേണ്ടി വരുന്ന, ആരാരും സഹായത്തിനില്ലാത്ത ഒരു ഖബറുണ്ട്. ആ ഖബർ മുതലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ ഖബറുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളെ ഉപദേശിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുപുറത്തിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കായ ഉമ്മ, നൂറുകണക്കായ ഉപ്പ, എല്ലാ ദിവസവും ഖബറുണ്ടല്ലോ. ഈ ഖബർ നമ്മളെ നോക്കി ഉപദേശിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, നമ്മളെ ഉപദേശിക്കുന്നുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ.
എത്ര വാളിന്റെ സദസ്സിലിരുന്നവരാണ്, എത്ര ഖബറിനെ കുറിച്ച് കേട്ടവരാണ്, എത്ര മരണത്തെ കുറിച്ച് അറിഞ്ഞവരാണ്, കണ്ടവരാണ്, കേട്ടവരാണ്. എത്രയോ മരണങ്ങൾ കണ്ണു മുന്നിലൂടെ നമ്മൾ കണ്ടവരാണ്, എത്രയോ മനുഷ്യരെ നമ്മൾ കൊണ്ടുപോയി ഖബറടക്കിയവരാണ്. ഏതെല്ലാം പള്ളിക്കാടിന്റെ മുന്നിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോ എത്രയോ ഖബറുകളെ നമ്മൾ കാണുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ ഖബറുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളെ നോക്കി ഉപദേശിക്കുന്നുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് ഖബർ നമ്മളെ നോക്കി സംസാരിക്കുന്നത്? എന്താണ് ഖബർ നമ്മളോട് പറയുന്നത്? ചിന്തിക്കണേ ഉമ്മ. നെഞ്ചിലൊരു പേടിയുണ്ടാകണം, കൽബിലൊരു പേടിയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും നമ്മൾ മരിക്കേണ്ടവരാണ്. അത് ഏത് സെക്കൻഡിലുമാകാ. ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങുമ്പോഴാകാ, ഈ മജ്‌ലിസിൽ ഇരിക്കുമ്പോഴാകാ, ഈ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴാകാ. ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാമല്ലോ. മരിച്ചിട്ട് നമ്മളെ കൊണ്ടുവെക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളെ നോക്കി ഉപദേശിക്കുന്നുണ്ട്. എന്താണ് നമ്മളെ ഉപദേശിക്കുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹേ മനുഷ്യ,